അയ്യപ്പ സംഗമത്തിന് പിന്നാലെ തന്നെ NSSന്റെ പിന്തുണ, SNDPയുടെ പിന്തുണ, അങ്ങനെ വലിയ വിജയപ്രതീക്ഷയിലായിരുന്നു LDF സർക്കാർ. പക്ഷേ ഇടുത്തി പോലെ ഇപ്പോൾ ഈ സ്വർണ്ണപ്പാളി വിവാദം വന്നിരിക്കുന്നു. ഇത് LDF സർക്കാരിന് തിരിച്ചടി ഉണ്ടാക്കുമോ? അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞത് ഞങ്ങൾ കേരളത്തിലെ ഹൈന്ദവരായിട്ടുള്ള വിശ്വാസികളായ ആൾക്കാരെ അവർക്ക് വേണ്ടി നടത്തിയ ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അവിടെയൊന്നും ഞങ്ങൾ ഭരണത്തിൻ്റെയോ അല്ലെങ്കിൽ ഞങ്ങൾ വേറെ ചിന്തയോ ഒന്നും ഉണ്ടായിരുന്നു. ശബരിമല കേരളത്തിലെ ജനങ്ങളുടേതായ അല്ലെങ്കിൽ ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്താകമാനമുള്ള ഹൈന്ദവരായ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള ഒരു സ്ഥാപനം ആണ് എന്ന നിലയിലാണ് ഇതൊക്കെ ഞങ്ങൾ നടത്തിയത്. കാരണം ഞങ്ങൾ അയ്യപ്പന് എതിരാണ്, അല്ലെങ്കിൽ ഞങ്ങൾ വിശ്വാസത്തിനെതിരാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വിശ്വാസങ്ങൾക്ക് എതിരാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അവിടെ മുതലെടുക്കുവാൻ ചില ഹൈന്ദവ സംഘടനകൾ, ഹിന്ദു തീവ്രവാദ സംഘടന നടത്തുന്ന ശ്രമങ്ങൾ ചെറുക്കേണ്ടത് നമുക്ക് ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ആ അയ്യപ്പ സംഗമം നടത്തിയത്. നമുക്കറിയാം, ഖജനാവിൽ നിന്ന് പൈസ മുടക്കിയിട്ടില്ല, സ്പോൺസർമാരുണ്ട്. അങ്ങനെ ഞങ്ങൾ വിശ്വാസികളോടൊപ്പമാണ്. കേരളത്തിലെ പൊതുസഭ അങ്ങനെയാണെങ്കിൽ ദേവസ്വം ബോർഡുമായി ഇപ്പോൾ ബന്ധപ്പെട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഇന്നും അറസ്റ്റിലായിരിക്കുന്ന ഒരു ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥനാണ്. അതെ, ഞാൻ വരാം. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ അതിലേക്ക് ആ അയ്യപ്പ സംഗമം നടത്തുന്നത്. പിന്നെ SNDP NSSും നേരിൻ്റെ വഴികളിലാണ് അവർ ഹൈന്ദവ ആചാരപ്രകാരമുള്ള ഈ പറയുന്ന ശബരിമലയും മറ്റ് ദേവസ്വം ബോർഡ് അമ്പലങ്ങളും ഒക്കെ സംരക്ഷിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഒപ്പമാണ് അവർ. NSSന്റെ ജനറൽ സെക്രട്ടറി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. SNDPയുടെ ബഹുമാനായ വെള്ളാപ്പള്ളി നടേശൻ രാഷ്ട്രീയപരമായി അവരൊക്കെ ഞങ്ങൾക്കെതിരാണ്. വെള്ളാപ്പള്ളി നടേശൻ്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി നേതൃത്വം നൽകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി NDAയിൽ അംഗമാണ്. അപ്പോഴും അവരാരെയും ഞങ്ങളെ എതിർക്കുന്നില്ല. അല്ല, ഒരു കാലത്തെ അയ്യപ്പ വിശ്വാസവുമായി ബന്ധപ്പെട്ട NSS അടക്കമുള്ളവർ LDFനെ എതിർത്തിരുന്നു. അതെ, അത് ആ കാലഘട്ടത്തിൽ ഉണ്ടായ ചില തെറ്റിദ്ധാരണകളുടെ ഭാഗമാണ്. ഇപ്പോൾ അതല്ലല്ലോ. അവർ പറയുന്നുണ്ടല്ലോ കൃത്യമായിട്ട് NSSും SNDPയും ഈ പറയുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ എതിർക്കാതെ അനുകൂലിക്കാതെ സംസാരം. NSS പറയുന്നത് ഞങ്ങൾ സമദൂരമാണ്. സമദൂരം എപ്പോഴാണെന്ന് അറിയാമോ? തെരഞ്ഞെടുപ്പിൽ മാത്രമേ ഉള്ളൂ. NSSന്റെ സമദൂര സിദ്ധാന്തം തെരഞ്ഞെടുപ്പിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ നിലപാടുകളിൽ അവർ ഞങ്ങളോടൊപ്പമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പൊതുസമൂഹത്തിൽ നിലനിൽക്കാൻ സാധ്യമാകുന്നത്. അല്ല, ഈ സംഭവത്തിലേക്ക് വരുമ്പോൾ വലിയ തിരിച്ചടിയാകുമോ ഈ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട്? സ്വർണ്ണപ്പാളി വിവാദത്തിൽ നമ്മൾ പോയാലേ നോക്കൂ, 1998 വിജയ് മല്യ ഒരു 35-36 കിലോ സ്വർണം കൊടുക്കുന്നത്. ആ കാലഘട്ടത്തിൽ ബഹുമാനായ EK നയനായിരുന്നു മന്ത്രിസഭ. അത് കഴിഞ്ഞു പോകുന്നു. 2001 AK ആന്റണിയുടെ മന്ത്രിസഭ അധികാരത്തിൽ വരുന്നു. അദ്ദേഹത്തെ കോൺഗ്രസ്സുകാർ തന്നെ വെളിയിലാക്കി. ആ വിഷയം അറിയാമല്ലോ. ചാരക്കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ പുറത്താക്കുന്നു. ഉമ്മൻചാണ്ടി അധികാരത്തിൽ വരുന്നു. പിന്നീട് വന്ന കാലഘട്ടത്തിലാണ് VS അച്യുതാനന്ദൻ വരുന്നത്. 5 കൊല്ലം കഴിഞ്ഞിട്ട് വീണ്ടും ഉമ്മൻചാണ്ടി അധികാരത്തിൽ വരുന്നു. അപ്പോൾ ഈ 1998 മുതൽ തുടങ്ങുന്ന 10-15 വർഷക്കാലം കേരളം ഭരിച്ചത് കോൺഗ്രസ് ആണ്. അപ്പോൾ ഈ സ്വർണ്ണപ്പാളി എവിടെ പോയി എന്നുള്ള ചോദ്യമുണ്ട്. പിന്നെ വീണ്ടും ഞങ്ങൾ 2016 ബഹുമാനായ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുന്നത്. അദ്ദേഹം വരുന്ന കാലഘട്ടത്തിൽ പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന അവതാരം രൂപപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ കാലത്താണല്ലോ. അല്ല, 2017 കാലഘട്ടം. 2017 കാലഘട്ടം. അതിനുശേഷം ഈ പറയുന്ന AK ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും കാലഘട്ടത്തിലൊക്കെയും ഈ അവതാരം ഉണ്ടായിരുന്നു. മറ്റൊരു അവതാരം പറയാം. കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ അപ്പൊ LDFന്റെ അഭിപ്രായം ഇപ്പോൾ നടക്കുന്ന അന്വേഷണം തെറ്റായ രീതിയിലെന്നാണോ? അല്ല, അത് ഈ കോൺഗ്രസിന്റെ ഭരണകാലത്തും അന്വേഷിക്കണമെന്നാണോ? അവിടെ ആ സമയത്ത് നടന്നിട്ടുണ്ട്. അതെ, ഞങ്ങളതാണ് പറഞ്ഞത്. ഇത് എപ്പോൾ നടന്നു എന്നുള്ളതാണ് അന്വേഷിക്കണം. ഞങ്ങളുടെ ഭരണകാലം ഈ പറയപ്പെടുന്ന പ്രശാന്തിൻ്റെയോ അല്ലെങ്കിൽ പത്മകുമാറിൻ്റെയോ കാലഘട്ടത്തിൽ നമ്മൾ 2017 ഈ പറഞ്ഞ സ്വർണ്ണപ്പാളികൾ എന്ന് പറഞ്ഞ്
ഈ വ്യാപക ഇത് സാധനം കൊടുത്തു വിടുമ്പോൾ സംഭവിച്ചത് എന്താണ്? ചെമ്പ് പാളിയാണെന്ന് പറയുന്നു. അതിന് മുന്നേയുള്ള കാലഘട്ടം അന്വേഷിക്കണം. ഞങ്ങൾ കൊടുത്തുവിടുന്ന സമയത്ത് ഇത് ചെമ്പ് പാളിയാണ്. അതിനു മുന്നേയുള്ള കാലഘട്ടം പ്രയാർ ഗോപാലകൃഷ്ണൻ 2017 ചടയമംഗലം MLA ആയിരുന്നു. അദ്ദേഹത്തിന്റെ കാലഘട്ടം കൂടി അന്വേഷിക്കണം. അന്നത്തെ മിനിറ്റുകൾ LDF വിശ്വസിക്കുന്ന ആ കാലഘട്ടത്തിലാണ് ഈ മോഷണം നടന്നിരിക്കുന്നത്. LDFന്റെ കാലഘട്ടത്തിലല്ല, UDFന്റെ കാലഘട്ടത്തിൽ ഈ സംഭവം നടന്നു. ഞങ്ങൾ തുടർ ഭരണമാണ്, ഞങ്ങൾ അത് കണ്ടിന്യൂ ചെയ്തു പോയി. അപ്പൊ നിങ്ങൾക്ക് വീഴ്ച പറ്റിയല്ലോ, അങ്ങനെ ഒരു മോഷണം നടന്നു. അപ്പോൾ മോഷണം നടന്നപ്പോൾ അന്വേഷിക്കേണ്ടത് അല്ല, മോഷണം നടന്നില്ല, നമ്മൾ ഡിറ്റക്ട് ചെയ്തില്ല, നമ്മൾ കണ്ടില്ല. 2019 നമ്മൾ ഈ പറയുന്ന സ്വർണ്ണപ്പാളി എന്ന് പറയുന്ന പാളികൾ നമ്മൾ കൊടുക്കുമ്പോൾ അന്നേരം ചെമ്പ് പാളിയാണ്. അതിന് മുന്നേ ഉണ്ടായ വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, അന്വേഷിക്കേണ്ടത്. ഞങ്ങളുടെ പത്മകുമാറും വാസുവും അല്ലെങ്കിൽ പ്രശാന്തും ഒക്കെ പറയുന്നുണ്ട്. LDFന്റെ നിലപാട് 2011 മുതൽ 16 വരെയുള്ള ഉമ്മൻചാണ്ടി 98 മുതൽ ഉള്ള നിലപാട്. 98 നമ്മുടെ ഈ പറയുന്ന വിജയ് മല്യ സ്വർണം കൊടുത്തതും സ്വർണ്ണപ്പാളി അതിൽ വെച്ച് പിടിപ്പിച്ചതും ആയി ബന്ധപ്പെട്ട് വരുമ്പോൾ ഇങ്ങോട്ട് വരുന്ന കാലഘട്ടം അന്വേഷിക്കണം. അത് AKന്റെ കാലഘട്ടമാണ്, ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ അവരുടെ നേതാക്കന്മാർ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അതും കൂടെ അന്വേഷിക്കണം. അപ്പോഴേ നമുക്ക് തെളിവ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ നിലവിൽ അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ലേ? ഉണ്ട്. നിലവിലുള്ള ഹൈക്കോടതിയുടെ അന്വേഷണ സംഘം, നമ്മുടെ സർക്കാരിൻ്റെ അല്ലല്ലോ, ഹൈക്കോടതി പറയുന്ന അന്വേഷണ സംഘമാണ് ഇപ്പോൾ ഈ അന്വേഷണം നടത്തുന്നത്. ഞങ്ങൾ 100% അതിനോട് ചേർന്ന് നിൽക്കുകയാണ്. ഏത് തെളിവും കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇന്ന് പ്രശാന്തിൻ്റെ ഞങ്ങളുടെ ഇപ്പോഴത്തെ ബോർഡ് പ്രസിഡന്റ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഒരു കാര്യത്തിലും ഞങ്ങൾ ഇടപെട്ടിട്ടില്ല, ഞാൻ ഇടപെട്ടിട്ടില്ല, എന്ത് തെളിവുണ്ടെങ്കിലും അതേ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. അല്ല, ഇനി അങ്ങനെ കൈയൊഴിയാൻ പറ്റില്ല. ഇദ്ദേഹം ഉദ്യോഗസ്ഥനാണ്, ഇപ്പോൾ ഇന്ന് അറസ്റ്റിലായ ആൾ. അതെ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ചാനൽ ഒരു തീരുമാനമെടുക്കും, എടുത്തിട്ട് ആ തീരുമാനം നടപ്പിലാക്കാൻ താങ്കളെ ചുമതലപ്പെടുത്തുന്നു. താങ്കൾ തെറ്റ് ചെയ്തെങ്കിൽ നിങ്ങളുടെ ചാനൽ ഉത്തരവാദിയാണോ? താങ്കൾ മാത്രമാണ് പ്രതി. അല്ല, ധാർമ്മികത എന്ന വാക്കുണ്ടല്ലോ, എങ്ങനെ ധാർമ്മികത വരും? അങ്ങനെയാണ് ഒരു സർക്കാരിൽ ഒരാൾ കുറ്റം ചെയ്താൽ അഴിമതി ആരോപണം വരുമ്പോൾ തന്നെ രാജിവെച്ചവർ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. ഉണ്ട്. പക്ഷെ അതിന് വേറെ കാര്യമുണ്ട്. അങ്ങനെ ധാർമ്മികതയുടെ പേരിൽ നമ്മൾ രാജിവെച്ചാൽ ആ കുറ്റം നമ്മളുടെ മുകളിൽ ആരോപിക്കപ്പെടും. 1% ആൾക്കാർ പറയും അദ്ദേഹം ധാർമ്മികതയുടെ പേരില രാജിവെച്ചെന്ന്. 99% ആൾക്കാർ പറയും അദ്ദേഹം തെറ്റ് ചെയ്തിട്ട രാജിവെച്ചെന്ന്. തെറ്റ് തെളിയട്ടെ. എന്തെങ്കിലും ഞങ്ങളുടെ ഭരണ സംവിധാനം, ഞങ്ങളുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ഞങ്ങളുടെ ദേവസ്വം ബോർഡ് ഭരണസമിതി, അവരാരെങ്കിലും ഏതെങ്കിലും, നമുക്കറിയാമല്ലോ പണ്ട് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടായി. മുഖ്യമന്ത്രി ആഫീസ് കൃത്യമായിട്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു. മുഖ്യമന്ത്രി പറഞ്ഞു ഞാനത് കക്ഷിയല്ല, ഞങ്ങളുടെ പാർട്ടി പറയുന്നു, ഞങ്ങളുടെ മുന്നണി പറയുന്നു ഞാനത് കക്ഷിയല്ല. പക്ഷേ മുഖ്യമന്ത്രി ആഫീസിലുണ്ടായിരുന്ന ഒരാൾ അതികക്ഷിയാകുന്നു. അറിഞ്ഞ് 2-ാം ദിവസം ഞങ്ങൾ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നു, 3-ാം ദിവസം ഡിസ്മിസ് ചെയ്യുന്നു. ഞങ്ങളുടെ സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു, ഞങ്ങൾ അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കും. സമാനമാണ്. ഞങ്ങളുടെ വിശ്വാസത്തെയും ഞങ്ങളുടെ സംവിധാനത്തെയും ഇല്ലാതാക്കി ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകും. അതല്ലേ ചെയ്യാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ പല പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഇത് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നാണ്. അങ്ങനെ ഒരു സാഹചര്യം നിലവിലുണ്ടോ? ഞങ്ങൾക്ക് എന്താണ് സ്വർണ്ണക്കടത്ത് സമാനമാണല്ലോ. സ്വർണ്ണക്കടത്ത് എത്രയോ ചർച്ചകൾ നിങ്ങൾ ABC മലയാളം നടത്തിയിട്ടുണ്ട്, വിജയാനുസ നടത്തിയിട്ടുണ്ട്, കേരളത്തിലെ പ്രമുഖമായ മാധ്യമങ്ങളൊക്കെയും നടത്തിയിട്ടുണ്ട്. അവിടെയെങ്കിലും എന്തെങ്കിലും ഒരു നൂലിഴ ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു ബട്ടൺസിൻ്റെ ഒരു നൂലിഴ ബന്ധം കൊണ്ടുവരാൻ അവർക്കാകും സാധ്യമായിട്ടുണ്ടോ? എത്രയോ ദിവസങ്ങൾ, എത്രയോ മാസങ്ങൾ ചർച്ച ചെയ്തു. കേന്ദ്ര ഏജൻസികളെല്ലാം വന്നു. അവർ കൊടുത്ത ഒരു റിപ്പോർട്ടിലും കേരള ഗവൺമെൻറ്റോ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ആരും വന്നു. ഞങ്ങൾക്ക് അതേ സംബന്ധിച്ച് ഒരു പ്രശ്നവുമില്ല.
ഏത് ഏജൻസി വന്നും അന്വേഷിക്കട്ടെ. ഞങ്ങൾ അവർക്ക് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഈ ശബരിമല രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു വിഷയമാണ്. അത് 2019 തെരഞ്ഞെടുപ്പ് നമുക്ക് വ്യക്തമായി മനസ്സിലാകും. അപ്പോൾ നിലവിൽ വരുന്ന ഒരു രണ്ട് തെരഞ്ഞെടുപ്പ് കാലഘട്ടമാണ് വരാൻ പോകുന്നത്. LDFന് പേടിയുണ്ടോ? ശബരിമല മാത്രമല്ല ഞങ്ങളുടെ മുന്നിലുള്ളത്, ജനങ്ങളാണ് ഞങ്ങളുടെ മുന്നിലുള്ളത്. ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾ 5-10 വർഷക്കാലമായി ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുകയാണ്. അവരെ ക്ഷേമ പെൻഷനുകൾ കൊടുക്കുക, അവർക്ക് ആവശ്യമായ സംവിധാനം കൊടുക്കുക. ഇപ്പം ഞാൻ സൂചിപ്പിച്ച വേറെ കാര്യമുണ്ട്. ലോകത്തിൽ അതിദാരിദ്ര്യമുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവരെ നിർമ്മാർജ്ജനം ചെയ്ത് കോൺഗ്രസും BJP ഈ വിഷയം ഉയർത്തുകയാണ്. അപ്പോൾ മറുപടി പറയാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും LDFനും ഒഴിഞ്ഞു മാറാൻ കഴിയുമോ? അല്ല, കോൺഗ്രസ് ഉന്നയിക്കുന്നതാണ് അവർക്ക് രാഷ്ട്രീയ ലാഭത്തിനാണ്. BJP രാഷ്ട്രീയ ലാഭമാണ്. ഇനി ഞാൻ വേറെ കാര്യം താങ്കൾക്ക് സൂചിപ്പിക്കാം. 500 കോടി രൂപയുടെ തട്ടിപ്പിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് പ്രതിയാണ്. താങ്കൾ ഇത് കണ്ടു കാണും, ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. കർണാടകയിൽ 500 കോടി രൂപയുടെ വസ്തു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ പേര് വന്നിട്ടുണ്ട്. അപ്പം എന്താണ് ചർച്ചകൾ എവിടെ നിൽക്കുന്നു? ഞങ്ങളുടെ നേതാക്കന്മാർ എന്ത് ചെയ്തു? ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ 10 കൊല്ലമായി കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യത്തിന് ഞങ്ങൾ ഏതെങ്കിലും ഒരു നേതാക്കന്മാർക്കെതിരെ, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കാൻ ഇവർക്ക് ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്? തെളിയിക്കപ്പെട്ട ഏതെങ്കിലും ഒരാരോപണം ഉണ്ടോ? താങ്കൾ ഒരു മാധ്യമപ്രവർത്തകനാണല്ലോ. താങ്കൾക്ക് എൻ്റെ മുന്നിൽ എന്നോട് ചോദ്യം ചോദിക്കും, ഇന്ന കേസിൽ നിങ്ങളുടെ നേതാക്കന്മാർ പ്രതിയാണ്, പറയാൻ പറ്റുമോ? പറ്റില്ല. ഇനി ഞാൻ ഒരു ഒറ്റ സെക്കൻഡ്, നിങ്ങൾ അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഒറ്റ സെക്കൻഡ്. അല്ല, അത് കരുവന്നൂർ ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അല്ല, കരുവന്നൂർ ഞാൻ പറഞ്ഞ കരുവന്നൂർ ആരാണ്? കരുവന്നൂരല്ല, ഞാൻ ഒരു സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രസിഡന്റാണ്. അത് കരുവന്നൂരിൽ വിഷയം ഉണ്ടായെങ്കിൽ അത് കരുവന്നൂരിന്റെ മാത്രം വിഷയമാണ്. അതേസമയം അവിടെ CPMന്റെയോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെയോ നേതാക്കന്മാരൊന്നും ഇല്ല. ഉണ്ടോ? ഇല്ല. ഇപ്പൊ വന്നേക്കുന്നത്, ഞാനിപ്പോ താങ്കളോട് പറഞ്ഞത്, BJPയുടെ സംസ്ഥാന അധ്യക്ഷനെതിരെയുള്ളൊരു ഒരു വിഷയമാണ്. 500 കോടി രൂപയുടെ ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പുള്ളിയുടെ ഒരു വിഷയം വന്നിട്ടുണ്ട്. കർണാടകയിൽ 500 കോടി രൂപയുടെ വസ്തു തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അതൊക്കെ മറച്ചു വയ്ക്കാൻ വേണ്ടി കേരളത്തിലെ BJPയും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയും ഇടതുപക്ഷത്തിനെതിരെ പ്രവർത്തിക്കുന്നു. അപ്പോൾ വലിയ പ്രതീക്ഷയിലാണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളിപ്പം 3.0 എന്ന് പറഞ്ഞൊരു സംവിധാനം ഫാസ്റ്റാഗ് ഉപയോഗിച്ചിട്ടുണ്ട്. വീണ്ടും എന്തിന് ഞങ്ങളെ മാറ്റി നിർത്തണം? അവിടെയാണ് എൻ്റെ ചോദ്യം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിൽ നിന്ന്, അല്ലെങ്കിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിന്ന് എന്തിനു മാറ്റി നിർത്തണം? ഞങ്ങളുടെ പേരിൽ ആരോപിക്കപ്പെട്ട ആരോപണമല്ലാതെ തെളിയിക്കപ്പെട്ട ഏത് ആരോപണമാണ്? താങ്കൾ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ, താങ്കളൊന്ന് പറയൂ, പൊതുസമൂഹം കേൾക്കട്ടെ, ABCയുടെ നിങ്ങളുടെ ചാനലിൻ്റെ പ്രേക്ഷകർ കേൾക്കട്ടെ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് 10 വർഷക്കാലം, ഏകദേശം 10 വർഷമാകുന്നു. 10 വർഷത്തിന് ഇടയ്ക്ക് ഇന്ന കുംഭകോണം നടത്തി, ഇന്ന അഴിമതി നടത്തി, ഇനി വിഷയമുണ്ട്, തെളിവുകൾ വേണം, തെളിയിക്കപ്പെട്ട എത്രയോ കോടതികളിൽ പോയി, എന്തെങ്കിലും ഉണ്ടോ താങ്കളുടെ അറിവിൽ? അല്ല, എല്ലാ കാര്യങ്ങളും അന്വേഷണം നടക്കുകയില്ല. അല്ല, എല്ലാ കാര്യമല്ല. അല്ല, സ്വർണ്ണക്കടത്തിന് അന്വേഷണം നടത്തി, കേസുകൾ അവസാനിപ്പിച്ചിട്ടില്ലല്ലോ. അല്ല, റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഒരു അന്വേഷണ റിപ്പോർട്ടിലും ഞങ്ങളില്ല. ഉണ്ടോ? താങ്കൾ കൃത്യമായി കാര്യങ്ങൾ പഠിക്കുന്ന ഒരു മനുഷ്യനാണല്ലോ. ഏതെങ്കിലും ഒരു അന്വേഷണ റിപ്പോർട്ട് കസ്റ്റംസിന്റെ അല്ലെങ്കിൽ ED ഇത് സംസാരിക്കുമ്പോഴാണ് ഈ പഴയ മുഖ്യമന്ത്രിയുടെ മകനെതിരെ പോലും സമൻസ് വന്നത്. ഒരാഴ്ച മുമ്പ് മുഖ്യമന്ത്രിയുടെ മകനെതിരെ, ആ മുഖ്യമന്ത്രിയുടെ മകനെതിരെ വരുന്ന കേസ് ലാവ്ലിൻ കേസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആ ലാവ്ലിൻ കേസ് വരുന്ന സമയത്ത് ഈ പറയുന്ന ഞങ്ങളുടെ ബഹുമാനായ മുഖ്യമന്ത്രിയുടെ മകന് 13 വയസ്സേ ഉള്ളൂ. ആ രേഖകൾ താങ്കൾ ഒന്നുകൂടെ പഠിക്കണം. 13 വയസ്സുള്ള ഒരു പയ്യൻ, ഒരു വിദ്യാർത്ഥി,
അദ്ദേഹം ലാവ്ലിൻ കേസിൽ ഇടപെട്ടു. അദ്ദേഹം ഞാൻ ചോട്ടെ, നിങ്ങളുടെ ചാനലിൽ എന്തെങ്കിലും രേഖ അതിന് ഉണ്ടോ? എല്ലാ കാലത്തും കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെ നിരന്തരമായി ഗൂഢമായി പ്രവർത്തിക്കുന്ന മലയാള മനോരമ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനമല്ലാതെ ഏതെങ്കിലും സ്ഥാപനം ഈ വിഷയം കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങളുടെ ചാനൽ കിട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റോറി ചെയ്യാൻ സാധ്യമായിട്ടുണ്ടോ? മലയാള മനോരമയ്ക്ക് എവിടുന്ന് കിട്ടിയത്? ഇനി മലയാള മനോരമ ചരിത്രം നിങ്ങളൊന്ന് പോയി നോക്കണം. കോട്ടയത്ത് ചിട്ടി തട്ടിപ്പ് നടത്തി നാട് വിട്ടവന്റെ ഒരു സംരംഭമാണ് ഈ മലയാള മനോരമ. കോട്ടയത്തെ കോടാനുകോടി ജനങ്ങളുടെ പൈസ മേടിച്ചുകൊണ്ട് പോയി ചിട്ടി തട്ടിപ്പ് നടത്തി പൈസ കൊടുക്കാതെ പോയ ഒരു മുതലാളിയാണ് പിന്നീട് മലയാള മനോരമ എന്ന നിലയിൽ വന്നത്. ആ മലയാള മനോരമയാണ് ഈ റിപ്പോർട്ട് മാതൃഭൂമി, കേരളകൗമുദി, മംഗളം, ഇവിടെ ഏതെങ്കിലും ഒരു പത്രം റിപ്പോർട്ട് ചെയ്തു? ഇപ്പോൾ കേരളത്തിലെ ഏതെങ്കിലും മുഖ്യധാര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു? ഞാനത് മനസ്സിലാക്കിയത് ഈ പറയുന്ന സമൻസ് കൊടുത്ത സമയത്ത് ലാവ്ലിൻ കേസാണ്. ആ ലാവ്ലിൻ കേസ് കൊടുത്ത സമയത്ത് ഈ പറയുന്ന ഞങ്ങളുടെ ആരാധനായ മുഖ്യമന്ത്രിയുടെ മകൻ 13 വയസ്സുകാരനാണ്. താങ്കളും കൂടി പോയി പങ്കെടുത്ത ഒരു പത്രസമ്മേളനത്തിനകത്ത് മുഖ്യമന്ത്രി പറയുന്നുണ്ട്, എൻ്റെ മകൻ ക്ലിഫ് ഹൗസിൻ്റെ ഈ റൂമുകൾ പോലും കണ്ടിട്ടില്ല, സന്തോഷത്തോടെ അയാൾ എവിടെ ജോലി ചെയ്ത് ജീവിക്കുകയാണ്. അവരെയൊക്കെ വലിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, രാഹുൽ ഗാന്ധിയുടെ ഒരു മകനെ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഒരു മകനെ ബോവേഴ്സ് കേസുമായി ബന്ധപ്പെടുത്തി നിങ്ങളൊരു ന്യൂസ് അടിച്ചാൽ എന്താണ് സാങ്കത്യം? ഒരിക്കലും അത് നിലനിൽക്കത്തില്ല. പിന്നെ നമുക്ക് ആടിനെ പട്ടിയാക്കാം, പട്ടിയെ പേപ്പട്ടിയാക്കാം, പേപ്പട്ടിയാക്കിയിട്ട് അതിനെ തല്ലിക്കൊല്ലാം. അല്ലാതെ ഞാൻ പറയില്ല, നിങ്ങളുടെ മുന്നിൽ ക്യാമറയ്ക്ക് മുന്നിൽ ഞാനൊരു ഇടതുപക്ഷത്തിൻ്റെ നേതാവായിട്ട് അല്ലെങ്കിൽ ഒരു പ്രവർത്തകനായിട്ട് വന്നിരിക്കുമ്പോൾ എനിക്കൊരു ആത്മവിശ്വാസമുണ്ട്. എൻ്റെ നേതാക്കന്മാർ അവരത് ചെയ്യില്ല, അവർ ചെയ്തിട്ടില്ല. ഇല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ കണ്ണിനോട് നേരെ നോക്കി എനിക്ക് നിൽക്കാൻ പറ്റില്ലെന്നേ. ആ ആത്മവിശ്വാസമാണ് ഇന്ന് ABC-യുടെ ഈ ഫ്ലോറിൽ വന്ന് എനിക്കിരിക്കാനായിട്ട് നൽകുന്ന ആത്മവിശ്വാസം. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു ഭയപ്പാടുമില്ല. ഞങ്ങൾ കേരള കോൺഗ്രസ് പാർട്ടി ഉൾപ്പെടെ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നു. അടുത്ത തെരഞ്ഞെടുപ്പുകൾ, 2 തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നു. ഒന്ന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, 2 അസംബ്ലി തെരഞ്ഞെടുപ്പ്. ഈ 2 തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ കൃത്യമായി മുന്നിലെത്തും. ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ വാർഡുകൾ ഞങ്ങൾ കൃത്യമായി പിടിച്ചെടുക്കും. കഴിഞ്ഞ 5 വർഷത്തിന് മുന്നേ ഞാൻ 1-2 ചർച്ചകളൊക്കെ പോയപ്പം ഈ BJP-യുടെ 1 നേതാക്കന്മാർ പറഞ്ഞു, അവർ പറഞ്ഞ് വാക്കിയത ഇപ്പോഴും എൻ്റെ മനസ്സിലിരിപ്പുണ്ട്. ഇനി ഇന്ത്യൻ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ തിരുവനന്തപുരത്തിൻ്റെ മേയർ അദ്ദേഹത്തെ സ്വീകരിക്കാനുണ്ടാകും. അതായത് തിരുവനന്തപുരത്ത് BJP മേയർ അവർ സ്വീകരിക്കാനുണ്ടാകും എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ അത് ഉണ്ടായില്ല. ആ സ്ഥാനത്ത് ഞങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ മേയറാണ് അവർ സ്വീകരിച്ചത്. അത് തന്നെ ഇനി നടക്കൂ, അതേ നടക്കൂ. ഞങ്ങളെ സംബന്ധിച്ച് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അസംബ്ലി തിരഞ്ഞെടുപ്പിലും ഒരാശങ്കയുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.